മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് ടൗൺഷിപ്പിനായി സർക്കാർ ഏറ്റെടുത്ത എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചു. തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ശമ്പളവും ആനുകൂല്യങ്ങളും അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ സമരം. ഭൂമി സർക്കാർ ഏറ്റെടുക്കുമ്പോൾ തൊഴിലാളികളുടെ കാര്യത്തിൽ ജില്ലാ കളക്ടർ അടക്കമുള്ള റവന്യൂ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് CPM മുൻ ജില്ലാ സെക്രട്ടറിയും CITU നേതാവുമായ P. ഗഗാരൻ ആരോപിച്ചു. ഭൂമി ഏറ്റെടുത്ത് പ്രാരംഭഘട്ട നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചപ്പോൾ തന്നെ തൊഴിലാളികൾ പ്രതിഷേധമുന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. വർഷങ്ങളായി തൊഴിലെടുത്ത തൊഴിലാളികൾക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും ലഭിക്കാനുണ്ട്. സർക്കാർ നൽകുന്ന നഷ്ടപരിഹാരം ലഭിക്കുന്ന മുറയ്ക്ക് തൊഴിലാളികൾക്ക് ശമ്പള കുടിശ്ശികയും ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുമെന്ന് മാനേജ്മെന്റ് നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ ഈ ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ല. 11 കോടിയിലധികം രൂപ മാനേജ്മെന്റ് തൊഴിലാളികൾക്ക് നൽകാനുണ്ട്. ഭൂമി സർക്കാർ ഏറ്റെടുത്തെന്ന നോട്ടീസ് പതിച്ചതോടെ നിലവിൽ തൊഴിലെടുക്കുന്നവരുടെ കാര്യവും അനിശ്ചിതത്വത്തിലായി. ഭൂമി ഏറ്റെടുക്കുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായും തൊഴിലാളികളെ അനാഥമാക്കാതെ സർക്കാർ ഉചിതമായ തീരുമാനമെടുക്കണമെന്നും CITU ജില്ലാ ട്രഷറർ P. ഗഗാറിൻ ആവശ്യപ്പെട്ടു. അതായത് എസ്റ്റേറ്റിന് സർക്കാർ നഷ്ടപരിഹാരം നൽകുമ്പോൾ ആ നഷ്ടപരിഹാര തുകയിൽ നിന്ന് ഈ തൊഴിലാളികൾക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകി അവരെ ഒഴിവാക്കണം എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഇവിടെ തൊഴിൽ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അത് തെറ്റായിട്ടുള്ള ഒരു ഡിമാൻഡും വെച്ചിട്ടില്ല. ആ കാര്യത്തിൽ ഇന്ന് ഭൂമി ഇന്നലെ ഏറ്റെടുത്തോടുകൂടി ഈ തൊഴിലാളി നാളെ എന്ത് എന്നുള്ളൊരു അനിശ്ചിതത്വമുണ്ട്. ആര് ഉത്തരവാദിത്തം പറയുമെന്നുള്ള അനിശ്ചിതത്വമുണ്ട്. തീർച്ചയായിട്ടും ആ അനിശ്ചിതത്വത്തെ ഒഴിവാക്കി കൃത്യമായി ഉത്തരം പറയേണ്ടവർ ഉത്തരം പറയാൻ വേണ്ടിയുള്ള നിലപാടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ സമരം. ടൗൺഷിപ്പ് നിർമ്മാണത്തിന് തടസ്സമുന്നയിക്കുന്നില്ലെങ്കിലും തൊഴിലാളികളുടെ കാര്യത്തിൽ സർക്കാർ വ്യക്തത വരുത്തണമെന്നും സംയുക്ത ട്രേഡ് യൂണിയൻ ആവശ്യപ്പെടുന്നു. തൊഴിലാളികൾ സമരവുമായി രംഗത്ത് വന്നതോടെ പ്രശ്നപരിഹാരത്തിനായി ചൊവ്വാഴ്ച സബ് കളക്ടറുടെയും ലേബർ കമ്മീഷണറുടെയും സാന്നിധ്യത്തിൽ യോഗം ചേരും. അമൃത ന്യൂസ്, വയനാട്.